കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപിയോട് നന്ദി പറയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്ക പ്രദേശമായ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞ് തുറന്നു പറയുവാൻ മനസ്സ് കാണിച്ചതിന് ഈ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന പ്രദേശം അത് പറയുകയാണെങ്കിൽ 3 ജില്ലയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ആലപ്പുഴയിലാണ് കൂടുതൽ ഭാഗം, കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളാണ്. അവിടെ ആരോഗ്യ മേഖല മൊത്തം തകർന്നിരിക്കുകയാണ്. ക്യാൻസർ വ്യാപനമാണ്. നെൽകൃഷി മേഖലയിലും അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന സർക്കാർ നിയോഗിച്ച കീടനാശിനികൾ ഇവിടെ വന്നടിഞ്ഞ് ഈ വാസയോഗ്യമല്ല പ്രദേശമായി കുട്ടനാട് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്ക പ്രശ്നം, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങൾ, അഭാവം, ഇതെല്ലാം കാരണം മറ്റ് പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. കുട്ടനാട്ടിലെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായ ക്യാൻസർ വ്യാപനമാണ് കുട്ടനാട്ടിലുള്ളത്. ഇത് മനസ്സിലാക്കി എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുട്ടനാട്ടിലെ മധ്യപ്രദേശമായ പുളുങ്കുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് കഴിഞ്ഞ 23 വർഷമായി കുട്ടനാട് നേറ്റീവ്സ് എന്ന സംഘടന ശക്തമായി പോരാടുന്നുണ്ട്. കുട്ടനാട്ടിലെ വിവിധ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കുട്ടനാട് പിന്നോക്ക പ്രദേശമാണ്. ക്യാൻസർ വ്യാപനമുണ്ട്, കായൽ മലിനീകരണം, ഹൗസ് ബോട്ട് മലിനീകരണം, അതോടൊപ്പം എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിവിധ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി സന്ദർശിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുട്ടനാട്ടിലെ വിവിധ ഭാഗങ്ങൾ സംഗമം നടത്തി ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പോകുന്ന ഈ സമയത്ത് പിന്നോക്ക പ്രദേശമായ കുട്ടനാട്ടിലെ മധ്യപ്രദേശമായ MS സ്വാമിനാഥൻ്റെയും പഴയറമ്പിൽ മെത്രാൻ്റെയും കുട്ടനാടിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്ത പ്രജാസഭ മെമ്പറായിരുന്ന പാട്ടത്തിൽ മാത്തപ്പിയുടെയും CMS സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊടുത്ത ഫാദർ കുര്യാക്കോസ് പാട്ടത്തിലിൻ്റെയും അതോടൊപ്പം സിനിമാ നടനായ കുഞ്ചാക്കോവിൻ്റെയും കുടുംബ വീടായ പുളുങ്കുന്ന്, മധ്യപ്രദേശമായ പുളുങ്കുന്നിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പം എയിംസ് എല്ലാവിധ പിന്തുണയും എയിംസ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള